ഹലോ ഗൈസ്, ഇന്ന് നല്ലൊരു നാടൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം അരക്കപ്പ് പരിപ്പെടുത്ത് വെള്ളം തെളിയുന്ന വരെ കഴുകാം. അത് കഴിഞ്ഞിട്ട് 2 കപ്പ് വെള്ളത്തിൽ കുക്കറിലിട്ട് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഈ സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ അതിലെ വാളംപുളിയുടെ ഇതെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ചേമ്പ്, കായ, മത്തങ്ങ, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക്. ഈ സമയത്ത് പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടയണം പരിപ്പ്. പിന്നെ ഇതിലേക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. മുരിങ്ങക്കോല് പച്ചക്കറികളുടെ കൂടെ എല്ലാം ചേർത്ത് വേവിക്കത്തില്ല. പിന്നെ ഈ കുക്കറിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം തുറക്കാം. അതിലേക്ക് മുരിങ്ങക്കോല് കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കൊച്ചുള്ളി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ സാമ്പാർ പൗഡർ, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം ചേർത്ത് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.